ഈ ചായക്കടയിൽ ഉണ്ടാക്കുന്ന പഴംപൊരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? നമ്മൾ വീട്ടിൽ എത്ര ശ്രമിച്ചിട്ട് ഇതുവരെ ആ ടേസ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ. ആരും വിഷമിക്കേണ്ട, ആ കറക്റ്റ് ടേസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുക്കണം. പിന്നെ ആ മൈദപ്പൊടിയുടെ കുറച്ച് കുറവ് അളവിൽ നമ്മൾ അരിപ്പൊടി എടുക്കണം. പിന്നെ ഉപ്പ് എടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി എടുക്കണം. ഇതൊക്കെ നമ്മളൊരു പാകത്തിന് വേണം എടുക്കാനായിട്ട് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു സീക്രട്ട് സാധനമുണ്ട്, നമ്മുടെ ഈസ്റ്റ്. അതൊരു നുള്ളെടുക്കണം. പിന്നെ ഈസ്റ്റിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പഞ്ചസാര, അതും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളത്തിൽ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു 35 to 45 seconds നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുക്കണ മാവ് ഏതാണ്ട് ഇതുപോലെ അത്യാവശ്യം തിക്കായിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് പഴമൊക്കെ അരിഞ്ഞ് വെക്കാം. പിന്നെ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തെ ഓർത്ത് പിശുക്ക് കാണിക്കരുത്. നമ്മുടെ പഴം മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം വെളിച്ചെണ്ണ എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് പഴം എടുത്തിട്ട് നമ്മുടെ തിക്ക് മാവിലേക്ക് മുക്കി നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് വാടി തളർന്ന നമ്മുടെ പഴം തങ്കുടുമണിയനായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് കാണാം കേട്ടോ. കറക്റ്റ് നമ്മുടെ ചായക്കട ലുക്കിലേക്ക് എത്തിയിട്ടില്ലേ. ടേസ്റ്റും അതുപോലെ തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പഴംപൊരിയുടെ കൂടെ നമുക്കൊരു ബീഫ് റോസ്റ്റ് ഉണ്ടെങ്കിൽ ആഹാ സ്വർഗ്ഗമായിരിക്കും. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ എന്തില്ല, ബീഫ് റോസ്റ്റ് ഇല്ല. തൽക്കാലം പഴംപൊരി മാത്രം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഇടേണ്ട ആവശ്യമില്ല, സൂപ്പറാണ്. അപ്പം ഇനി നമുക്ക് ബാക്കി വന്ന മാവ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ഉള്ളിവട ഉണ്ടാക്കണം. നമുക്ക് കുറച്ച് ബാക്കി മാവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും മസാലപ്പൊടിയും പിന്നെ സവാള ഇട്ട് നല്ലൊരു സവാള വട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പതിവ് പോലെ തന്നെ നമ്മുടെ ഉള്ളിവടയും സൂപ്പറായിട്ടുണ്ട്, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ. അപ്പം ടാറ്റാ.